വയനാട് DCCയുടെ ട്രഷററായിരുന്ന NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയിൽ ഓരോ ദിവസവും ദുരൂഹത വർദ്ധിക്കുകയാണ്. ആരോപണത്തിന്റെ മുന നീങ്ങുന്നതാകട്ടെ MLAയും മുൻ DCC പ്രസിഡന്റുമായ IC ബാലകൃഷ്ണന് നേരെയാണ്. കോൺഗ്രസ് ഭരണമുള്ള സഹകരണ ബാങ്കുകളിൽ ജോലി വാഗ്ദാനം ചെയ്ത് IC ബാലകൃഷ്ണന്റെ നിർദ്ദേശാനുസരണം പലരും വിജയന് പണം നൽകിയതിന്റെ ഉടമ്പടി രേഖ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. നിയമനം ലഭിക്കാതായതോടെ വിഷയത്തിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് NM വിജയൻ KPCC അധ്യക്ഷന് അയച്ച കത്തും റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. വയനാട്ടിലെ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണിപ്പോൾ NM വിജയന്റെ കുടുംബം. സാനിയോ മനോമി, ദീപക് മോഹൻ, സിനോജ് തോമസ്, VS രഞ്ജിത്ത് എന്നിവർ ചേരുന്നു. വിശദാംശങ്ങളുമായി നമുക്ക് ആദ്യം സാനിയോ മനോമയിലേക്ക് പോകണം. സാനിയോ, IC ബാലകൃഷ്ണൻ MLAക്ക് നേരെയാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉയരുന്നത്. ആരാണ് ഈ പണം വാങ്ങി പറ്റിച്ചത്? എന്തിനാണ് വിജയൻ വഴി IC ബാലകൃഷ്ണൻ പണം വാങ്ങിയത്? എന്നിട്ട് എന്തുകൊണ്ട് നിയമനം നൽകിയില്ല? അങ്ങനെ ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് ഇതിൽ. അതെ വിനിത, ഒരുപാട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് ഒരു ചെറിയ ഉത്തരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ മുദ്രപത്രം എന്ന് പറയുന്നത്. മുദ്രപത്രത്തിൽ പറയുന്നത് NM വിജയനും അതുപോലെ ഒരു അധ്യാപകനും തമ്മിലുള്ള ഉടമ്പടി രേഖയാണ് ഈ മുദ്രപത്രത്തിലുള്ളത്. അതായത് അതിൽ പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലോ പൂതാടി സർവീസ് ബാങ്കിലോ അതുപോലെ മടക്കിമല സർവീസ് ബാങ്കിലോ ആദ്യം വരുന്ന ഒഴിവിൽ ഒന്നാം കക്ഷിയുടെ മകനെ നിയമിക്കാമെന്ന DCC പ്രസിഡന്റും MLAയുമായ IC ബാലകൃഷ്ണൻ അവരുടെ നിർദ്ദേശത്തെയും ഉറപ്പിന്റെയും അടിസ്ഥാനത്തിൽ 30 ലക്ഷം രൂപ ഇതിലെ ഒന്നാം കക്ഷിയുടെ പക്കൽ നിന്നും കൈപ്പറ്റി ബോധ്യപ്പെട്ടു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. അതായത് ഈ 3 ബാങ്കുകളിൽ നേരത്തെ പറഞ്ഞ സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക്, പൂതാടി സർവീസ് സഹകരണ ബാങ്ക്, മടക്കിമല സർവീസ് സഹകരണ ബാങ്ക്, ഇത് 3 അന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കുകളിൽ ആദ്യം വരുന്ന ഒഴിവുകളിൽ ഈ പറയുന്ന കക്ഷിയുടെ മകനോ മകൾക്കോ കുടുംബാംഗങ്ങൾക്ക് നിയമനം നൽകാം. പകരം 30 ലക്ഷം രൂപയാണ് NM വിജയൻ മുഖാന്തരം MLA വാങ്ങിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. എന്നാൽ ഈ 3 ബാങ്കിലും ഈ പറഞ്ഞയാളുടെ ഈ ഒന്നാം കക്ഷിയുടെ മക്കൾക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ജോലി കിട്ടാതായതോടുകൂടിയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2019 ഉണ്ടാക്കിയ ഒരു കരാറാണ് ഇത്. അതിൽ കൃത്യമായി NM വിജയന്റെ ഒപ്പുണ്ട്, അതുപോലെ ഈ പറയുന്ന കക്ഷിയുടെ ഒപ്പുണ്ട്. ഒക്ടോബർ 9 തീയതിയാണ് 2019 ഒക്ടോബർ 9 തീയതിയാണ് ഈ ഉടമ്പടി ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ നിയമനം ഒന്നാം കക്ഷിയുടെ മകന് കിട്ടാതെ വന്നാൽ ഈ 30 ലക്ഷം രൂപ മുഴുവൻ IC ബാലകൃഷ്ണൻ അവർക്ക് കൊടുത്തതിനാൽ MLAയുടെ പക്കൽ നിന്നും 30 ലക്ഷം രൂപയും അതിൻ്റെ ഇന്നു മുതലുള്ള 7% ബാങ്ക് പലിശയും വാങ്ങി രണ്ടാം കക്ഷി ഒന്നാം കക്ഷിക്ക് കൊടുത്ത് ബോധ്യപ്പെടുത്തുന്നതാണ് എന്നാണ് പറയുന്നത്. അതായത് രണ്ടാം കക്ഷി എന്ന് പറയുന്നത് NM വിജയനാണ്, ഒന്നാം കക്ഷി എന്ന് പറയുന്നത് പൈസ കൊടുത്തയാളാണ്. ഏതെങ്കിലും തരത്തിൽ ഈ 3 ബാങ്കുകളിലും നിയമനം നടന്നില്ല എങ്കിൽ ഈ പൈസ രണ്ടാം കക്ഷി മുഖാന്തരം IC ബാലകൃഷ്ണൻ ഈ പൈസ കൊടുത്തയാൾക്ക് തിരിച്ചു കൊടുക്കും. 7% പലിശയും കൊടുക്കണമെന്നാണ് ഉറപ്പ്. ഈ ഇടപാട് MLAക്ക് വേണ്ടി മാത്രം നടത്തുന്നതിനാൽ ഇതിൽ സാക്ഷികൾ ആരും വേണ്ടെന്നും ഇരു സാക്ഷികളും സമ്മതിച്ച് ഈ കരാറിൽ ഒപ്പുരേഖപ്പെടുത്തുന്നുവെന്നും ഇതിന്റെ ഒറിജിനൽ ഒന്നാം കക്ഷി മാത്രം സൂക്ഷിച്ചാൽ മതിയെന്നും തീരുമാനം എന്നാണ് പറയുന്നത്. അതായത് ഒറിജിനൽ ഇപ്പോൾ ഈ ഒന്നാം കക്ഷിയായ പരാതിക്കാരൻ എന്ന് പറയപ്പെടുന്ന ഒന്നാം കക്ഷി എന്ന് പറയുന്നത് പൈസ കൊടുത്തയാളാണ്, അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഒറിജിനൽ ഉള്ളത്. ഏതായാലും അത് അദ്ദേഹം സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ഈ കരാർ പ്രകാരം നിയമനം കിട്ടിയില്ല. വാങ്ങുന്നതിന് കരാറൊക്കെ ഒപ്പിട്ടിരിക്കുന്നു എന്നതാണ്. മാത്രമല്ല വിജയൻ ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് KPCC പ്രസിഡന്റിന് കത്ത് നൽകിയതുമാണ്. IC ബാലകൃഷ്ണന് വേണ്ടി താൻ പണം വാങ്ങിയിട്ടുണ്ടെന്ന് എന്ന കത്തിൽ സമ്മതിക്കുന്നു. പക്ഷേ വലിയ ബാധ്യതയായി മാറി, അതൊരു സാമ്പത്തിക ബാധ്യതയായി തനിക്ക് മാറിയിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല, ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് KPCC നേതൃത്വത്തെയും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നതാണ്. അത് കത്തയച്ചിട്ടുണ്ട്. ആ കത്തിൽ പറയുന്നത് 10 ലക്ഷം രൂപ ഒരാളിൽ നിന്നും ബാക്കി പലരിൽ നിന്നും പല തുകകളും വാങ്ങിച്ചു എന്നുള്ളതാണ്. 10 ലക്ഷം രൂപ ഒരാളിൽ നിന്നും ബാക്കി നിരവധിയായ തുകകൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് 2019 ആ സംഭവം നടക്കുന്നത്. അതിനുശേഷം നിയമനം നടത്താൻ കഴിയുന്നില്ല. പിന്നീട് ഇവരെല്ലാവരും വന്ന് ബുദ്ധിമുട്ടിക്കുന്നു, ഉദ്യോഗാർത്ഥികൾ വന്ന് ബുദ്ധിമുട്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം ഉണ്ടാക്കി തരണമെന്നും പറഞ്ഞുകൊണ്ടാണ് KPCC പ്രസിഡന്റിന് തന്നെ കത്തയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്നാൽ അതിലൊന്നും നടപടി വരാത്തത് ഈ NM വിജയനെ മാനസികമായി വളരെയധികം തളർത്തിയിരുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വലിയ സാമ്പത്തിക പരാധീനതകളിലേക്ക് പോവുകയും കുടുംബത്തിലടക്കം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1 കോടിയിലേറെ തുക ഇത്തരത്തിൽ ഈ 3 ബാങ്കുകളിലും പലർക്കായി നിയമനം നൽകാമെന്ന് പറഞ്ഞ് NM വിജയൻ മുഖേന ഈ MLA അടക്കം പലരും വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം വരുന്നുണ്ട്. പക്ഷേ
അതിൻ്റെ രേഖകൾ ഇപ്പോൾ കിട്ടിയിട്ടില്ല. പകരം ആളുകളുടെ പേരുകൾ നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയ രേഖ പ്രകാരം ഈ 30 ലക്ഷം രൂപയുടെ രേഖകൾ മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അതിൽ കൃത്യമായി പറയുന്നുമുണ്ട്, അഥവാ ഈ നിയമനം നടന്നിട്ടില്ല എങ്കിൽ 7% പലിശയടക്കം ഈ തുക ഉടൻ തന്നെ തിരിച്ചു നൽകേണ്ടതാണ് എന്ന്. പക്ഷേ ആ തുക ഇതുവരെയും തിരിച്ചു നൽകാൻ NM വിജയന് സാധിച്ചില്ല. കാരണം അത് സ്വാഭാവികമായും MLA തിരിച്ചു കൊടുക്കാത്തതായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ആ തുക തിരിച്ചു കൊടുക്കാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഈ ഒന്നാം കക്ഷിക്കാരൻ, അതായത് പൈസ കൊടുത്ത ആളടക്കമുള്ള പൈസ കൊടുത്ത വേറെയും ആളുകൾ പലരായി ദിവസവും വീട്ടിൽ വന്നു പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ NM വിജയൻ്റെ മരിച്ച ഇളയ മകന് ചില അസുഖങ്ങൾ ഉണ്ടായിരുന്നു. ഒറ്റയ്ക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മകനെ കൊലപ്പെടുത്തിയതാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ശരി, ഏതായാലും ഇതിലെ ദുരൂഹത പുറത്തു വരേണ്ടതുണ്ട്. ദീപക് മോഹൻ കൂടി ചേരുന്നുണ്ട്. സാനിയോ, ദയവായി തുടരുക.